ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഗോഡ്സ് ബ്ലെസ് ഫ്രം ഡെത്തിൻ്റെ 7ാമത്തെ എപ്പിസോഡാണ്. ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഇപ്പോൾ കിങ് ആണെങ്കിൽ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടതുപോലെ തന്നെ തുപ്പിനെതിരെ ഒരു അറസ്റ്റ് വാറന്റും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല അവനെ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിട്ട് ഒരു ഇൻട്രോഗേഷൻ റൂമിലേക്ക് ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ സിങ് ആണെങ്കിൽ അങ്ങോട്ടേക്ക് വന്നിട്ട് തനിക്ക് തുപ്പിനെ കാണണമെന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ പുറത്തേക്കുന്ന മറ്റൊരു പോലീസുകാരൻ ആ ഒരു പയ്യനെ കിങ് ആണ് മറ്റാരെ അകത്തേക്ക് കയറ്റിവിടത്ത് എന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പയ്യനാണെങ്കിൽ സോറി, എനിക്ക് കയറ്റിവിടാൻ പറ്റത്തില്ല, കയറ്റി വിട്ട് കഴിഞ്ഞാൽ എൻ്റെ കാര്യത്തിൽ തീരുമാനവും കിങ് എൻ്റെ അടുത്ത് ദേഷ്യപ്പെടുമെന്ന് പറയുന്നുണ്ട്. സിങ് അപ്പോൾ ഞാനിപ്പോൾ നിന്നോട് ദേഷ്യപ്പെടുന്നതാണോ അതോ പിന്നീട് കിങ് നിൻ്റെ അടുത്ത് ദേഷ്യപ്പെടുന്നതാണോ നിനക്ക് വേണ്ടത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം തന്നെ ആ പയ്യനാണെങ്കിൽ ഇപ്പോൾ ഒരു 10 മിനിറ്റ് ബ്രേക്ക് എടുക്കാനുള്ള ടൈം ആവുന്നുണ്ട്. പയ്യനപ്പോൾ പറയുന്നുണ്ട് ഞാൻ അങ്ങോട്ടേക്ക് മാറിയിരിക്കാം, നിങ്ങളാണെങ്കിൽ കയറി കണ്ടോ, പക്ഷേ ഇക്കാര്യം നിങ്ങൾ തന്നെ ഡീൽ ചെയ്തോണം എന്നിങ്ങനെ പറഞ്ഞിട്ട് ആ ഒരു പയ്യൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. സിങ് അകത്തേക്ക് കയറുമ്പോൾ തുപ്പ് മാത്രം അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. സിങ് തുപ്പിൻ്റെ അടുത്തേക്ക് പോയിട്ട് കിങ് നിന്നെ എന്തെങ്കിലും ചെയ്തോ, അവനാണെങ്കിൽ നിന്നെ ഫോഴ്സ് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും പറയിപ്പിക്കുകയോ എന്തെങ്കിലും ചോദ്യം ചെയ്യലോ അങ്ങനെ എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെയൊന്നും ഇല്ലയെന്ന് പറയുന്നുണ്ട്. ആ ടൈമിൽ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ട് ഇതിനെ എത്രയും പെട്ടെന്ന് തന്നെ പുറത്താക്കാം, അതിനുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ ചെയ്ത് തുടങ്ങുന്നുണ്ടെന്ന് പറയുകയാണ്. ആ സമയം തുപ്പാണെങ്കിൽ സത്യമായിട്ട് ഞാൻ ആ കേസിൽ ഒരു കുറ്റവും ചെയ്തിട്ടില്ല, ഞാനാണെങ്കിൽ കള്ളം പറയുന്നതല്ല എന്ന് പറയുമ്പോൾ സിങ് ആണെങ്കിൽ അതെനിക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ടല്ലേ ഞാനിവിടെ നിന്നെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നോക്കുന്നത്, എന്തായാലും നിന്നെ ഞാൻ രക്ഷിക്കുമെന്ന് പറയുന്നുണ്ട്. ആ സമയം അങ്ങോട്ടേക്ക് കിങ്ങും ആ ഒരു പുറത്ത് കിങ് നിർത്തിയിരുന്ന ആ ഒരു പയ്യനും കൂടെ കയറി വരുന്നുണ്ട്. കിങ് ആണെങ്കിൽ അകത്ത് വെച്ച് സിങ്ങിനെ കാണുന്നതും ആ ഒരു പയ്യൻ്റെ അടുത്ത് നീ എന്തിന് സിങ്ങിനെ അകത്തേക്ക് കയറ്റി വിട്ടു എന്ന് വെച്ചിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. സിങ് അപ്പോൾ അവനോട് ദേഷ്യപ്പെടേണ്ട, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് കയറി വന്നതാണെന്ന് പറയാണ്. കിങ് ആ ടൈമിന് ഈ ഒരു കേസ് എത്ര വലിയ കേസാണെന്ന് നിനക്ക് തന്നെ അറിയാമല്ലോ, അപ്പോൾ പിന്നെ കേസിൻ്റെ പ്രോട്ടോക്കോളെല്ലാം തന്നെ പാലിക്കേണ്ട നീയല്ലേ, ഒരു പക്ഷേ ഇവൻ തന്നെയാണ് പ്രതിയെങ്കിൽ നീ ഇപ്പോൾ ഇവനെ സഹായിക്കാൻ നോക്കുന്നതല്ല, ലാസ്റ്റ് നിനക്ക് പണിയാവത്തില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം സിങ് ആണെങ്കിൽ ഞാൻ ചെയ്ത ശരിയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, പിന്നെ എനിക്ക് നിൻ്റെ അടുത്ത് ഒന്നും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് സിങ് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. പുറത്ത് സിങ്ങിനെ വെയിറ്റ് ചെയ്ത് മെക്ക് നിൽക്കുന്നുണ്ടായിരുന്നു. മെക്കാണെങ്കിൽ സിങ്ങിനോട് ഇപ്പോൾ തുപ്പിനെ അവർ പിടിച്ചു വെച്ചില്ലേ, ഇനി നമ്മൾ എന്ത് ചെയ്യും, എന്താണ് ചെയ്യാൻ പോകുന്നത്, കേസിലും എന്തെങ്കിലും മൂവ്മെൻ്റ് ഒക്കെ കൊണ്ടുപോകാനല്ലേ തുപ്പിനെ പുറത്തേക്ക് ഇറക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. ആ ടൈമിൽ അങ്ങോട്ടേക്ക് മറ്റൊരു ലേഡി കയറി വരുന്നുണ്ട്. അവരോട് മറ്റ് പോലീസുകാർ നിങ്ങൾ പോകാൻ നോക്കുന്നു പറഞ്ഞു വിടാൻ നോക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് സിങ് വന്നിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം പോലീസുകാർ പറയുന്നുണ്ട് ഈ ലേഡിയുടെ കൊച്ചുമോനെയാണെങ്കിൽ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് ഇവരൊരു കേസ് കൊടുത്തിട്ടുണ്ട്, അതാണെങ്കിൽ ലോക്കൽ സ്റ്റേഷനിൽ കൊടുക്കാൻ പറഞ്ഞിട്ട് അവർ ഇവിടെ തന്നെ കൊടുക്കണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണെന്ന് പറയുന്നുണ്ട്. ആ ടൈമിൽ ആ ലേഡി ഞാൻ 2 ദിവസം മുന്നേ തന്നെ ലോക്കൽ സ്റ്റേഷനിൽ കേസ് കൊടുത്തതാണ്, എന്നാൽ അവരാണെങ്കിൽ ഒരു അന്വേഷണം നടത്തുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറയുന്നുണ്ട്. ഇങ്ങപ്പോൾ ആ ഒരു പയ്യൻ്റെ പേരൊക്കെ ഒന്ന് എഴുതി തരാനായിട്ട് പറയുന്നുണ്ട്. ലേഡി ഉടനെ തന്നെ ഒരു പേപ്പറിൽ പേരൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട്. സിങ് ഉടനെ തന്നെ അന്വേഷണം സ്റ്റാർട്ട് ചെയ്യാം, നിങ്ങൾ പൊക്കോ എന്ന് പറഞ്ഞിട്ട് ആ ലേഡിനെ പറഞ്ഞു വിടുന്നുണ്ട്. ആ ഒരു കേസ് അന്വേഷിക്കാനായിട്ട് മെക്കിനോട് ആവശ്യപ്പെടുന്നുണ്ട്. അത് മാത്രമല്ല മെക്കിൻ്റെ അടുത്ത് മറ്റൊരു സഹായം കൂടെ ചോദിക്കുന്നുണ്ട്. ആ സഹായം എന്ന് പറയുമ്പോൾ തുപ്പിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തു കൊടുക്കാനായിരുന്നു. മെക്കിനും കുറച്ച് റെസ്ട്രിക്ഷൻസും സംഭവമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനെ തുപ്പിനെ പോയി കയറി ചെന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല. എന്നാലും നൈറ്റ് മൊത്തം ഇൻട്രോഗേഷൻ റൂമിൽ ഇരിക്കുമ്പോഴത്തേക്കും ഭയങ്കര തണുപ്പായിരിക്കും നൈറ്റ് ആകുമ്പോൾ, അതുകൊണ്ട് തന്നെ ഇവൻ തുപ്പിന് വേണ്ടിയിട്ടൊരു ജാക്കറ്റ് കൊണ്ട് കൊടുക്കുന്നുണ്ട്. എന്നെ കൊണ്ട് ഇപ്പോൾ ഇത്രയും ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് മെക്ക് അവിടെ നിന്ന് പോകുന്നുണ്ട്. തുപ്പ് കുറച്ച് നേരമായിട്ട് തണുത്ത് വരച്ചിരിക്കുമായിരുന്നു. ഒരു ജാക്കറ്റ് കിട്ടുമ്പോൾ അവനത് എടുത്തങ്ങ് ഇടുന്നുണ്ട്. അടുത്ത് കാണിക്കുന്നത് സിങ്ങിനെയാണ്. അവനിപ്പോൾ വീട്ടിൽ നിന്നിട്ട് പ്രാർത്ഥിക്കാറില്ലെങ്കിൽ പോലും ഇപ്പോൾ തുപ്പിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളാണെങ്കിൽ ശരിക്കും ദൈവിക ശക്തിയുള്ളൊരു വ്യക്തിയാണെങ്കിൽ തുപ്പിനെ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ വാങ്ങിച്ചിരിക്കുന്ന ആ ഒരു താവോ എന്ന് പറഞ്ഞ ആ ഒരു ദൈവത്തിൻ്റെ പ്രതിമയെ നോക്കി പ്രാർത്ഥിക്കുന്നുണ്ട്. തുപ്പിനെ കാണിക്കുമ്പോൾ അവൻ ആ ഒരു ഇൻട്രോഗേഷൻ റൂമിൽ ഇരുന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ ഒരു ആത്മാവ് അവൻ്റെ ബാക്കിൽ വന്ന് നിന്നിട്ട് അത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുവാണെന്ന് ഇങ്ങനെ അവൻ്റെ ചെവിയിൽ ഇങ്ങനെ പറയുന്നുണ്ട്. ആ ശബ്ദം കേട്ട് അവൻ എഴുന്നേൽക്കുന്നുണ്ട്. എന്നാൽ ആ സമയം ആ ഒരു പ്രേതം അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. സെയിനെയും ഡറിനെയും കാണിക്കുകയാണെങ്കിൽ ഇതേ സെയിം ഒരു പ്രതിമേനെ സെയാണെങ്കിൽ ഡറിന് വേണ്ടിയിട്ടും വീട്ടിലേക്ക് വാങ്ങിച്ച് വെക്കുന്നുണ്ട്. ഡറിൻ എപ്പോഴും ഇങ്ങനെ ടെൻഷനൊക്കെ ആയതുകൊണ്ട് അപ്പോൾ വാങ്ങിച്ച് ഡറിന് സന്തോഷമാകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഡറിനാണെങ്കിൽ ഇവരുടെ ആ ഒരു 7 ബോഡീസും കിട്ടിയ ഒരു ക്രൈം സീൻ അങ്ങോട്ടേക്ക് ചെല്ലുന്നതാണ്. അവിടെ ചെല്ലുന്ന ടൈമിൽ അവൻ കാണുന്നത് സെയ് അങ്ങോട്ടേക്ക് കയറി പോകുന്നതാണ്. അവനങ്ങനെ സെയ് നീ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചിട്ട് സെയ്യുടെ പുറകെ കയറി പോകുന്നുണ്ട്. ആ ഒരു ക്രൈം സീനിലോട്ട് എത്തുമ്പോൾ അവൻ കാണുന്നത് അവൻ തന്നെ അവിടെ ഒരു മരത്തിൽ കെട്ടിത്തൂങ്ങി ഇങ്ങനെ കിടക്കുന്നതാണ്. ഡെഡ് ബോഡീസ് എങ്ങനെയാണ് കിടന്നത് അതുപോലെ തന്നെ. ആ സമയം ആ പ്രേതം അവനോട് സംസാരിച്ചിട്ട് അവൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഞാനാണെങ്കിൽ 7 എടുത്തു, ഇനി ഞാൻ 7 എടുക്കുമെന്ന്. പെട്ടെന്ന് അവൻ ഇങ്ങനെ സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി എണീക്കുന്നുണ്ട്. ആ സമയം സെയ്യും എഴുന്നേറ്റിട്ട് എന്തോ പറ്റി, നീ ഓക്കെ ആണെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ ടൈമിൽ രാവിലെ ആയിട്ടുണ്ടായിരുന്നു. ഡറിനപ്പോൾ ഇത് ശരിക്കും റിയൽ ആണോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എനിക്ക് റിയൽ ആയിട്ട് തോന്നുന്നു, എനിക്ക് തോന്നുന്നത് അടുത്ത വിക്ടിം ഞാനാണെന്നാണ്, എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ടെന്നൊക്കെ സെയ്യിനോട് പറയുന്നുണ്ട്. എന്നാൽ സെയ്യാണെങ്കിൽ ഞാനിവിടെ ഉണ്ടല്ലോ, ടെൻഷൻ ആവേണ്ട, എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും, നിനക്ക് അങ്ങനെ ഒന്നും പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ സമാധാനിപ്പിക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഡറിൻ ഓർഡർ ചെയ്ത കുറച്ച് സാധനങ്ങളെല്ലാം വരുന്നുണ്ട്. അതെന്നൊക്കെ പറയുമ്പോൾ പ്രേതങ്ങൾ ഓട്ടിക്കാനൊക്കെയുള്ള അങ്ങനെ കുറേ സംഭവങ്ങളായിരുന്നു വാങ്ങിച്ച്. ഇത്തിരി കൂടിപ്പോയി ഒരുപാട് ബോക്സ് ഉണ്ടായിരുന്നു. അങ്ങനെ നോക്കുന്ന ടൈമിന് അവൻ അറിഞ്ഞുകൂടാത്തൊരു ബോക്സും കൂടി ഇരിക്കുന്നുണ്ട്. അത് ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട്. ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അവൻ ഓർഡർ ചെയ്യാത്ത ഒരു സംഭവങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു.
അതെന്ന് പറയുമ്പോഴത്തേക്കും ഒരു പ്ലാസ്റ്റിക് പോലത്തെ ഒരു ടെഡി ബിയർ പോലത്തെ ഒരു സംഭവമായിരുന്നു. അപ്പോൾ അതിങ്ങനെ കണ്ടിട്ട് അവനാണെങ്കിൽ സേയിൻ്റെ അടുത്തും താനത് ഓർഡർ ചെയ്തതല്ല എന്ന് പറയുമ്പോൾ സേയാണെങ്കിൽ നീ ഒത്തിരി സംഭവങ്ങൾ വാങ്ങിച്ചില്ല, ചിലപ്പോൾ ഫ്രീ ആയിട്ട് അങ്ങനെ വല്ലതും വന്നതായിരിക്കും എന്ന് പറയുന്നുണ്ട്. അടുത്ത് പിന്നീട് കാണിക്കുന്നത് രാവിലെ തന്നെ സിംഗ് നേരത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നതാണ്. അപ്പോൾ കിങ് ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു. സിംഗ് ഇങ്ങനെ കയറി പോകുന്ന കണ്ടിട്ട് കിങ് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി, അവനെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നതാണോ, പോയി കഴിഞ്ഞാൽ അവനെ കാണാൻ പറ്റുന്നതിന് ഉറപ്പുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. കിങ് അപ്പോൾ പറയുന്നുണ്ട് നീ എൻ്റെ കാര്യത്തിൽ വെറുതെ ഇടപെടാനായിട്ട് വരരുത്, നീയാണ് ഇതൊക്കെ ചെയ്ത് കൂട്ടുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുമാത്രമല്ല നീ പറഞ്ഞ ഒരു എവിഡൻസ് തുപ്പാണ് ഈ ക്രൈം ചെയ്തതെന്നാണ്, അങ്ങനെ ഒരു എവിഡൻസും ഒരിടത്തും ഇല്ല, ഞാൻ അന്വേഷിച്ചതാണ്. നീ വെറുതെ അവനെ കൊടുക്കാനായിട്ട് ഓരോന്നും ചെയ്യാനായിട്ട് നിൽക്കണ്ട, എന്തായാലും ഞാനാണെങ്കിൽ ശരിക്കുള്ള കില്ലറിനെ കണ്ടുപിടിച്ചിരിക്കും എന്ന് പറയുന്നുണ്ട്. അതും പറഞ്ഞുകൊണ്ട് സിംഗ് നേരെ ആ ഒരു ഇൻട്രോഗേഷൻ റൂമിലേക്ക് പോകുമ്പോഴത്തേക്കും തുപ്പാണെങ്കിൽ അവിടെ ഇരുന്ന് നല്ല ഉറക്കമായിരുന്നു. സിംഗ് അവനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ടൈമിന് തുപ്പ് എഴുന്നേൽക്കുന്നുണ്ട്. ആ സമയം സിംഗ് പറയുന്നുണ്ട് സോറി, ഞാൻ ഒന്നുകൂടെ ശ്രമിച്ച് ഞാൻ എൻ്റെ അഭിമാനമൊക്കെ ഒന്ന് മാറ്റി വെച്ചിരുന്നെങ്കിൽ എനിക്ക് നിന്നെ ഈ നേരം കൊണ്ട് പുറത്തേക്ക് ഇറക്കാൻ പറ്റിയേനെന്ന്. ആ സമയം തുപ്പ് എന്നെ ഇറക്കാനായിട്ട് കിങ്ങിൻ്റെ കാല് പിടിക്കാനാണ് ശ്രമമെങ്കിൽ അതൊന്നും വേണ്ട, അതിനേക്കാളും ഞാൻ ജയിലിൽ കിടക്കുന്നതാണ് നല്ലതെന്ന് പറയുന്നുണ്ട്. സിംഗ് അപ്പോൾ ഭയങ്കര ധൈര്യത്തിലൊക്കെയാണല്ലോ സംസാരിക്കുന്നതെന്ന് പറയുമ്പോൾ തുപ്പാണെങ്കിൽ ധൈര്യത്തിൽ സംസാരിച്ചു എന്ന് കരുതിയിട്ട് ആ ഒരു കില്ലറിനെ കണ്ടുപിടിക്കാതെ ഒന്നും ഇരിക്കല്ലേ, എനിക്കാണെങ്കിൽ എൻ്റെ ബെഡിൽ തന്നെ കിടന്നുറങ്ങണമെന്നാണ് ആഗ്രഹം എന്നൊക്കെ പറയുന്നുണ്ട്. സിംഗ് അപ്പോൾ പിന്നെ അതെനിക്ക് അറിഞ്ഞൂടെ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ ടൈമിന് സിംഗിനാണെങ്കിൽ ഒരു കോൾ വരുന്നുണ്ട്, മെക്കാണെന്ന് തോന്നുന്നു, വിളിച്ചിട്ട് ഈ ക്രൈം സീനിലോട്ടൊന്ന് വരാമോ, നമുക്കാണെങ്കിൽ തുപ്പിനെ രക്ഷിക്കാൻ കണക്കിന് ഒരു എവിഡൻസ് കിട്ടിയെന്നാണ് തോന്നുന്നതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ സിംഗ് ഹാപ്പി ആയിട്ട് പോകാനായിട്ട് നിൽക്കുന്നുണ്ട്. എന്നാൽ പോകുന്നതിന് മുമ്പ് അവൻ തുപ്പിനാണെങ്കിൽ ഒരു കിസ്സും കൂടെ കൊടുത്തിട്ടാണ് പോകുന്നത്. അങ്ങനെ ആ ഒരു ക്രൈം സീനിലോട്ട് എത്തുമ്പോഴത്തേക്കും ഒരാളായിരുന്നു മരിച്ചിട്ടുണ്ടായിരുന്നത്. അയാളുടെ പേര് നാറ്റി എന്നാണ്. ആ പേര് കേൾക്കുമ്പോഴത്തേക്കും ഒന്ന് പെട്ടെന്ന് സിംഗ് ഷോക്കാവുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം പോലീസ് സ്റ്റേഷനിൽ ഒരു ലേഡിയാണെങ്കിൽ തൻ്റെ നെഫ്യൂവിനെ കാണാനില്ല എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. ആ ലേഡിയും എഴുതി കൊടുത്ത പേര് നാറ്റി എന്നായിരുന്നു. അപ്പോൾ ഇപ്പോൾ സിംഗിന് മനസ്സിലാവുന്നുണ്ട് ആ ഒരു ലേഡി മിസ്സിങ് ആണെന്ന് പറഞ്ഞ് തൻ്റെ നെഫ്യൂ ആണ് ഈ മരിച്ചു കിടക്കുന്നതെന്ന്. ആ ടൈമിൽ തന്നെ സേ വന്നിട്ട് ആ ഒരു 7 പേരെ കൊന്ന ആ ഒരു ഇപ്പോഴത്തെ കേസ്, ആ കേസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഇതിലേയും തെളിവുകൾ വന്നിരിക്കുന്നത്, നിങ്ങൾ തന്നെ വന്ന് നോക്കാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ഒരു ബോഡിയിലേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കും എങ്ങനെയാണോ മറ്റേ കൊലകൾ നടന്നേക്കുന്നത് അതുപോലെ തന്നെയാണ്. മറ്റേ കൊലകളിൽ ഓരോ ഡെഡ് ബോഡിയിലും കണ്ണും വായും എല്ലാം തന്നെ ഇങ്ങനെ തുന്നി കെട്ടിയിട്ടുണ്ടായിരുന്നു നൂലുപയോഗിച്ച്. എന്നാൽ ഇതിലാണെങ്കിൽ മൊത്തത്തിൽ തുന്നി കെട്ടാൻ പറ്റിയിട്ടില്ല, പകുതി വരെയൊക്കെ തുന്നി കെട്ടിയിട്ടുള്ളൂ. അപ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് എന്തോ ഡിസ്ട്രാക്ഷൻ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് കറക്റ്റായിട്ട് ആ ഒരു കൊല നടത്താനായിട്ട് പറ്റാത്തതെന്ന്. സമയം തന്നെ അവളുള്ളൊരു CCTVയിൽ ഒരാളാണെങ്കിൽ വന്നിട്ട് ഇയാളിങ്ങനെ കഴുത്തങ്കരിച്ച് ഇങ്ങനെ കൊല്ലുന്നതായിട്ടും ഒരു വിഷ്വൽ കിട്ടിയിട്ടുണ്ട്. അത് കണ്ടിട്ട് സിംഗ് ആണെങ്കിൽ വേഗം തന്നെ ടീമിന് അയക്കി, എന്നിട്ട് എന്തെങ്കിലും തെളിവ് കിട്ടുമോ നോക്കാനായിട്ട് പറയുന്നുണ്ട്. അവിടെ തൊട്ടടുത്തുള്ള CCTVകൾ അന്വേഷിക്കാമെന്നും പറയുന്നുണ്ട്. എന്നിട്ട് സിംഗ് കിങ്ങിൻ്റെ അടുത്ത് പറയുന്നുണ്ട് നീ തുപ്പിനങ്ങ് തുറന്നു വിട്ടേക്ക്, തുപ്പല്ലെന്ന് മനസ്സിലായില്ലേ, കണ്ടില്ലേ ശരിക്കുള്ള കില്ലർ ഇപ്പോഴും പുറത്ത് തന്നെയുണ്ട്, നീ വെറുതെ ഒരാളെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് നോക്കിയിട്ട് ഓരോരുത്തരുടെ ജീവൻ കളയല്ലേ, ശരിക്കുള്ള കില്ലറിനെ കണ്ടുപിടിച്ചിട്ട് ഈ കൊലയൊക്കെ നിർത്താനുള്ള വഴി നോക്കാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം കിങ് ആണെങ്കിൽ നീ ഭയങ്കര എക്സൈറ്റഡ് ആണെന്ന് തോന്നുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഞാനങ്ങനെ എക്സൈറ്റഡ് ആവാൻ, എത്ര പെട്ടെന്ന് കേസ് സോൾവ് ചെയ്യാനുള്ള വഴിയാണ് ഞാനിവിടെ നോക്കുന്നതെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് വേറെന്തെങ്കിലും നേരെ പോകുന്നത് ആ ഒരു ശാന്തി താമിലോട്ടാണ്. കാരണം ഈ ഒരു മരിച്ച ആൾക്കാരെല്ലാവരും തന്നെ ശാന്തി താമിൽ പോയിട്ടുള്ളവരാണ് എന്നിങ്ങനെ ഇവർ അറിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നേരത്തെ അന്വേഷിച്ചപ്പോൾ. അതുകൊണ്ട് തന്നെ ഇയാൾക്കും അവിടെയായിട്ട് എന്തെങ്കിലും കണക്ഷൻ കാണുമെന്ന് കരുതിയിട്ട് കഴിഞ്ഞ തവണ അവിടെ പോയപ്പോൾ അവിടുത്തെ ക്യാൻറ്റീൻ നോക്കുന്ന ലേഡിയുടെ അടുത്ത് ഓരോ ഫോട്ടോസ് കാണിച്ച് ചോദിച്ചതുപോലെ തന്നെ ഇത്തവണ ചെന്നിട്ട് സിംഗ് ആണെങ്കിൽ ആ ഒരു അയാളുടെ ഫോട്ടോ കാണിച്ചിട്ട് ഇയാൾ അറിയാമോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ ഇത്തവണ ഈ ലേഡി അറിയത്തില്ല എന്നാണ് പറയുന്നത്. കിങ് ആ ടൈമിൽ നീയല്ലേ പറയുന്നത് കണക്ഷൻ കാണുന്നത്, ഇപ്പോൾ കണക്ഷനൊന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും കണക്ഷൻ വന്നില്ലെങ്കിൽ നമുക്ക് ഇത് സോൾവ് ചെയ്യാനായിട്ടും കണ്ടുപിടിക്കാനായിട്ടും ഒരുപാട് ബുദ്ധിമുട്ടാവും എന്ന് പറയുന്നുണ്ട്. ആ ടൈമിലാണ് ആ ഒരു ലേഡിയുടെ മകളാണെന്ന് തോന്നുന്നു അങ്ങോട്ടേക്ക് വന്നിട്ട് സംസാരിക്കാനായിട്ട് തുടങ്ങുന്നത്. ആ ടൈമിൽ അത് കണ്ടിട്ട് സിംഗ് ആണെങ്കിൽ ആ ഒരു പെൺകുട്ടിക്കും ഇയാളുടെ ഫോട്ടോ കാണിച്ചിട്ട് അറിയാമോ എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം പെൺകുട്ടി ആ ഇതൊരു ഡെലിവറി ചെയ്യാമെന്ന ആളല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ഇവർ നേരെ ആ ഒരു തായെന്ന് പറഞ്ഞ ഈ ശാന്തി തമ്മിൽ മെയിനായിട്ടുള്ള ഒരാളുണ്ടല്ലോ അയാളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു കടയിലേക്ക് അന്ന് അന്വേഷിച്ച സെയിം കടയിലേക്ക് വീണ്ടും പോകുന്നുണ്ട്. അവിടെ പോയിട്ട് ഇയാളുടെ ഫോട്ടോ കാണിക്കുമ്പോൾ ആ ഇയാളെ ഞങ്ങൾക്കറിയാം, ഞങ്ങളുടെ കടയിലെ സാധനങ്ങളെല്ലാം അങ്ങോട്ടേക്ക് കൊണ്ടുപോയി സപ്ലൈ ചെയ്യുന്ന ഡെലിവറി മാൻ ഇയാളാണെന്ന് പറയുന്നുണ്ട്. മെക്കും ആ ഒരു സ്ഥലത്ത് പോയി അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ മെക്ക് എന്ന് പറയുന്നുണ്ട് ഇയാളാണെങ്കിൽ ഇവർക്ക് ഐസൊക്കെയാണ് കൊണ്ട് ഡെലിവറി ചെയ്യുന്നത്, ആയുമായിട്ട് ഇയാൾ ക്ലോസ് ആണ്, എപ്പോഴും ഇരുന്ന് സംസാരിച്ചിട്ട് പൈസ ഉണ്ടാക്കുന്നതിനെ പറ്റിയൊക്കെ സംസാരിക്കാറുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് നമുക്ക് തായുടെ റിലേറ്റീവ്സിനെ പറ്റിയെല്ലാം അന്വേഷിച്ച് നോക്കാം. ആ സമയം സിംഗ് ആണെങ്കിൽ തായ്ക്ക് റിലേറ്റീവ്സ് ഒന്നും ഇല്ല, ഒരു വൈഫും കുഞ്ഞും ഉണ്ടായിരുന്നു, അവർ രണ്ടുപേരും മരിച്ചുപോയി. ഈ കാര്യത്തിൽ തായ്ക്ക് ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇപ്പോൾ ഈ മരിച്ചൊരു നാറ്റിയാണെങ്കിൽ ഏത് ദിവസമാണ് ജനിച്ചത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ ടൈമിന് മെക്കാണെങ്കിൽ സൺഡേ ആണെന്ന് പറയുന്നുണ്ട്. സിംഗ് ആ ടൈമിൽ ഡരനെയും കൊണ്ട് ഹോസ്പിറ്റലിലോട്ട് പോയ ടൈമിലുണ്ടായ ഒരു ഇൻസിഡൻറ്റ് ആലോചിച്ച് നോക്കുന്നുണ്ട്. അതിനാണെങ്കിൽ ആ ഒരു പ്രേതമാണെങ്കിൽ തുപ്പിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ 7 പേരെ ഞാൻ എടുത്തു, വീണ്ടും ഞാൻ 7 എടുക്കുമെന്ന്. അപ്പോൾ അത് വെച്ചിട്ട് ഇവൻ വിചാരിക്കുന്നുണ്ട് വീണ്ടും ആ ഒരു റിച്വൽ നടത്താനായിട്ട് 7 പേരെ ബോഡീസ് വീണ്ടും എടുക്കാനായിട്ട് നോക്കുകയാണ്. അപ്പം സൺഡേ തൊട്ട് സാറ്റർഡേ വരെ ജനിച്ച് ഓരോരുത്തരായിട്ട് എടുക്കും, ഇതിപ്പോൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്, അത് തന്നെയാണ് എനിക്ക് തോന്നുന്നതെന്നുള്ള ഒരു കാര്യം അവൻ അവരുടെ അടുത്ത് എല്ലായിടത്തും പറയുന്നുണ്ട്. എന്നിട്ട് നേരെ കിങ്ങും പിന്നെ സിംഗും കൂടെ ആയിട്ട് കമാൻഡറിനെ കാണാനായിട്ട് പോകുന്നുണ്ട്. അവിടെ വെച്ച് സിംഗ് പറയുന്നുണ്ട് ഈ കേസ് തുടങ്ങുന്ന വെച്ചിട്ട് തുപ്പാണ് ചെയ്തതെന്നൊന്നും തോന്നുന്നില്ല, കിങ് ആണെങ്കിൽ ഓരോ കള്ളത്തരം കാണിച്ചിട്ടാണ് തുപ്പിനെ ഇവ പിടിച്ചു വെച്ചേക്കുന്നത്, തുപ്പിനെ വെറുതെ
വേണം നമുക്ക് ശരിക്കുള്ള കില്ലറിനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. ആ സമയം കമാൻഡറും കിങ്ങിൻ്റെ അടുത്ത് നിൻ്റെ അച്ഛനാണ് നിന്നെ ഇങ്ങോട്ടേക്ക് പറഞ്ഞയച്ചെന്ന് അറിയാം, നിൻ്റെ അച്ഛനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, എന്നാൽ പക്ഷേ നീ ഒരു കാര്യം കൂടെ നോക്കണം കിങ്, നീയാണെങ്കിൽ കേസ് അന്വേഷിക്കുമ്പോൾ നേരെ അന്വേഷിക്കുക, ജസ്റ്റ് ആരെങ്കിലും പിടിച്ച് കൊടുക്കാനായിട്ട് നോക്കല്ലേ എന്ന് പറയുന്നുണ്ട്. കിങ് ആ ടൈമിൽ ഓക്കെ എന്ന് പറയുന്നുണ്ട്. കിങ്ങിൻ്റെ അച്ഛനെയാണെങ്കിൽ പിന്നീട് കിങ് കാണാനായിട്ട് പോകുന്നുണ്ട്. അയാൾ ഏതൊരു വലിയ ആളൊക്കെയാണ്. അവൻ നേരെ വീട്ടിൽ അവൻ്റെ അച്ഛൻ്റെ അടുത്തോട്ട് പോയിട്ട് കസേരയിൽ ഇരിക്കുന്നുണ്ട്. ആ ടൈമിൽ അവൻ്റെ അച്ഛൻ നിൻ്റെ അടുത്ത് ഇരിക്കാമെന്ന് ആരാ പറഞ്ഞത്, ഇത് എൻ്റെ വീടാണ് നിൻ്റെ വീടല്ല, നിനക്കാണെങ്കിൽ അധികാരമില്ലാതെ ഇരിക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്നുണ്ട്. അവൻ ആ ടൈമിൽ എൻ്റെ അടുത്ത് ദേഷ്യപ്പെടാനാണോ നിങ്ങൾ എന്നെ ഇപ്പോൾ വിളിച്ച് വരുത്തിയത് എന്ന് ചോദിക്കുമ്പോൾ അച്ഛനാണെങ്കിൽ ഈ ഒരു ചെറിയ കേസ് പോലും നിനക്ക് ക്ലോസ് ചെയ്യാൻ പറ്റില്ല, ഓൾറെഡി ഈ കേസിൽ ഒരു വിറ്റ്നസ് ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ ആ ഒരു വിറ്റ്നസ് ആയിട്ടുള്ള തുപ്പിനെ നിനക്കങ്ങ് അറസ്റ്റ് ചെയ്തൂടെ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം അത് പിന്നെ അത്രയ്ക്ക് എളുപ്പമുള്ള വർക്കാണെങ്കിൽ നിങ്ങൾ തന്നെ വന്നങ്ങ് ചെയ്തിട്ട് പോക്കോ, എനിക്കാണെങ്കിൽ നിങ്ങൾ പറയുന്നതെന്ന് കേട്ടിന് നിൽക്കാനൊന്നും പറ്റത്തില്ല, നിങ്ങൾ പറയുന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇപ്പം തന്നെ ചെയ്തു, പലരും മുന്നിൽ നാണം കിടേണ്ട അവസ്ഥയും വന്നു, ഇനി എനിക്കതൊന്നും പറ്റത്തില്ല, ഇനി ഞാൻ ശരിക്കുള്ള കില്ലറിനെ കണ്ടുപിടിക്കാനുള്ള വഴി നോക്കാനായിട്ട് പോവുകയാണെന്ന് പറയുന്നുണ്ട്. അടുത്ത് കാണിക്കുന്നത് തുപ്പ് അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ തുപ്പിനെ ഇപ്പോൾ വിട്ടിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ തുപ്പും സിംഗും കൂടെ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും തുപ്പിനാണെങ്കിൽ അതിൻ്റെ ബോഡി പെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ സിംഗാണെങ്കിൽ ഞാൻ നിനക്ക് ഓയിൻമെൻ്റ് ഒക്കെ ഇട്ടുതരാമെന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഷർട്ടൊക്കെ മാറ്റാനായിട്ട് പറയുന്നുണ്ട്. അവൻ ഓയിൻമെൻ്റ് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് തുപ്പ് നോക്കുമ്പോഴത്തേക്കും സിംഗാണെങ്കിൽ അവൻ്റെ ടെൻറ്റ് കുറച്ച് മോഡിഫൈ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനാണെങ്കിൽ ഇനി എപ്പോഴും ഇവിടെ തന്നെ കിടക്കണോ, എനിക്ക് നിൻ്റെ റൂമിൽ വന്ന് കിടക്കാൻ പറ്റത്തില്ല എന്നിങ്ങനെ പറയുന്ന ടൈമിൽ കിടക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഞാനാണെങ്കിൽ വിചാരിച്ചു നീയും ഞാൻ ഇവിടെ ഒരുമിച്ച് കിടക്കാമെന്ന്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ചെയ്തെന്ന് പറയുന്നുണ്ട് തുപ്പപ്പോൾ. പക്ഷേ ഇതിലാണെങ്കിൽ രണ്ടുപേരൊന്നും കൊള്ളത്തില്ലെന്ന് പറയുമ്പോൾ കൊള്ളത്തില്ല നീ വാ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് തുപ്പിനെയും കൊണ്ട് ആ ടെല്ലിൻ്റെ അകത്തേക്ക് കയറിയിരിക്കുന്നുണ്ട്. എന്നിട്ട് സിംഗാണെങ്കിൽ ഇപ്പോൾ കൊള്ളുന്നുണ്ടല്ലോ, ആവശ്യത്തിന് സ്ഥലം ഉണ്ടല്ലോ എന്ന് പറയാണ്. തുപ്പപ്പോൾ എന്നെയും കൊണ്ട് ഒരുമിച്ച് ടെൻറ്റിൽ കയറാനാണെങ്കിൽ അതങ്ങ് മര്യാദയ്ക്ക് പറഞ്ഞാൽ പോരായിരുന്നു, ഞാൻ അനുസരിക്കത്തില്ലായിരുന്നു, നല്ലൊരു കുട്ടിയല്ലേ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കിസ് ചെയ്യുന്നുണ്ട്, ഇൻറ്റിമേറ്റ് ആവുന്നുണ്ട്. അടുത്ത് കിങ്ങിനെ കാണിക്കുകയാണെങ്കിൽ കിങ് ഇതേ ടൈമിൽ വീട്ടിൽ ഇരുന്നിട്ട് ഡ്രിങ്ക് ചെയ്യുകയാണ്. എന്നിട്ട് സിങ്ങിനെ കോൾ ചെയ്യുന്നുണ്ട്, എന്നാൽ സിങ് കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. അതേസമയം സിങ്ങും തുപ്പും ഇൻറ്റിമേറ്റ് ആയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരുമിച്ചിരിക്കുന്ന ടൈമിൽ തുപ്പ് സിങ്ങിനോട് ചോദിക്കുന്നുണ്ട് നിൻ്റെ ഫാമിലിയിലുള്ള ബാക്കി എല്ലാവരും എവിടെയാണ്, നിൻ്റെ വീട്ടിലിവിടെ അമ്മയും അനിയത്തിയായിട്ടൊക്കെ നിൽക്കുന്ന ഫോട്ടോസൊക്കെ കാണുന്നുണ്ടല്ലോ, അവരൊക്കെ എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം സിങ് ഞാനിവിടെ തനിച്ചേ ഉള്ളൂ, എൻ്റെ അനിയത്തി മരിച്ചുപോയി, അമ്മയാണെങ്കിൽ ഇവിടെ താമസിക്കാതെ മറ്റൊരിടത്തേക്ക് പോവുകയാണെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോയി താമസിക്കുകയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഓ സോറി എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. സിങ് ആ ടൈമിന് കുഴപ്പമില്ല, ആക്ച്വലി എൻ്റെ അനിയത്തിക്കും നിനക്കും തമ്മിൽ ഒരു സിമിലാരിറ്റി ഉണ്ടെന്ന് പറയാണ്. ആ ടൈമിന് തുപ്പ് എന്ത് സിമിലാരിറ്റി, അവൾക്കും എന്നെ പോലെ പ്രേതങ്ങളെ കാണാൻ പറ്റുമായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ആ പറ്റുമായിരുന്നു, പക്ഷേ അവളെൻ്റെ അടുത്ത് പറയുന്ന ടൈമിന് ഞാനത് വിശ്വസിച്ചിട്ടേ ഇല്ല, അവളെൻ്റെ അടുത്ത് ഹെൽപ്പൊക്കെ ചോദിച്ചിട്ടുണ്ട്, എന്നാൽ ഞാൻ വിശ്വസിക്കാതിരുന്നതുകൊണ്ട് തന്നെ അവൾ പറയുന്ന പോലെ ഞാൻ ശ്രദ്ധിച്ചില്ല. ലാസ്റ്റ് അവൾ മരിച്ചുപോയി, കാരണം ഞാൻ അവൾ പറയുന്നതെന്ന് വിശ്വസിക്കാതിരുന്നതുകൊണ്ട്. ആ സമയത്തൊക്കെ ഭയങ്കര വിഷമമായിരുന്നു, കുറ്റബോധമായിരുന്നു. ഇപ്പോൾ ഇതെല്ലാം ഞാനാണെങ്കിൽ പാസ്റ്റാണ്, ഞാനിപ്പോൾ തനിച്ചാണെന്ന് സ്വയം മനസ്സിലാക്കിയിട്ട് എല്ലാം ഞാൻ വിട്ടു എന്ന് പറയുന്നുണ്ട്. ആ ടൈമിന് തുപ്പ് പേടിക്കണ്ട, നിൻ്റോടെ ഞാൻ എപ്പോഴും ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ തന്നെ തുപ്പ് നേരത്തെ എഴുന്നേറ്റിട്ട് പുറത്തു പോകാനായിട്ട് റെഡിയാവുന്നതാണ്. ആ ടൈമിൽ സിംഗ് ഉറക്കം എഴുന്നേറ്റ് വന്നിട്ട് നീ എങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. തുപ്പ് ആ ടൈമിന് ഞാൻ ജസ്റ്റ് ഒന്ന് അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാമെന്ന് കരുതി, പിന്നെ നമുക്ക് വേണ്ടിയിട്ട് ഫുഡും കൂടെ വാങ്ങാനായിട്ട് പോകാൻ നിൽക്കുകയാണെന്ന് പറയുന്നുണ്ട്. ആ ടൈമിന് സിംഗ് ആണെങ്കിൽ എന്തുകൊണ്ട് നേരത്തെ എഴുന്നേറ്റെന്നും അവൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ അനിയത്തിൻ്റെ സ്വപ്നം കണ്ടു എന്ന് പറയുന്നുണ്ട്. ആ ടൈമിൽ തുപ്പ് ഒരു പക്ഷേ ഇന്നലെ നമ്മൾ അവളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നില്ലേ, അതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അവൾ നിന്നെ മിസ് ചെയ്യുന്നുണ്ടാകും, എന്തായാലും നമുക്കാണെങ്കിൽ ഒരുമിച്ച് പോയിട്ട് അവൾക്കും കൂടെ വേണ്ടി പ്രാർത്ഥിച്ചിട്ട് വന്നാലോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം സിംഗ് ഓക്കെ ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ തുപ്പ് പോകുന്ന അമ്പലത്തിന് വരും സിംഗ് അവനെ മറ്റൊരു അമ്പലത്തിലേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അവിടെയാണ് സിംഗിൻ്റെ അമ്മ ജോലി ചെയ്ത് താമസിക്കുന്നത്. സിംഗാണെങ്കിൽ തുപ്പിനെ അവൻ്റെ അമ്മയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. സിംഗിനും അവൻ്റെ അനിയത്തിനെ പോലെ തന്നെ ഇതുപോലെ പ്രേതങ്ങളെ കാണാനുള്ള കഴിവുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് സിംഗ് അവൻ്റെ അനിയത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന ടൈമിന് തുപ്പും പിന്നെ സിംഗിൻ്റെ അമ്മയും കൂടി ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. ആ ടൈമിൽ സിംഗിൻ്റെ അമ്മയാണെങ്കിൽ സിംഗിന് എന്തോ ഒരു വലിയ അപകടം വരാൻ പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, എന്താണ് അപകടമെന്ന് അറിയത്തില്ല, പക്ഷേ എന്തോ റീസൺ ഉണ്ട്, എന്തായാലും ഒരു വലിയ അപകടം വരാൻ പോകുന്നതുകൊണ്ട് അതിൽ നിന്ന് അവനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നീയും കൂടെ സഹായിക്കണം, നിനക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു കഴിവ്, അതുകൊണ്ട് നീയാണെങ്കിൽ അവനെ സഹായിക്കുകയും വേണം, സേഫായിട്ടിരിക്കുകയും വേണം, അവനെ നീ നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ടെന്ന് തുപ്പിനോട് പറയുന്നുണ്ട്. തുപ്പ അപ്പോൾ അമ്മ പേടിക്കണ്ട, ഞാൻ അവനെ നോക്കിക്കോളാം എന്ന് പറയുന്നുണ്ട്. ആ ടൈമിൽ പ്രാർത്ഥിച്ചിട്ട് ഇവരുടെ അടുത്തേക്ക് വന്നിരിക്കുന്നുണ്ട്. എന്നാൽ ഞങ്ങൾ പോട്ടെ അമ്മയെന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മയാണെങ്കിൽ നന്നായിട്ടിരിക്കും, നീ എപ്പോഴും സേഫായിട്ടിരിക്കുന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ സിംഗും തുപ്പും നേരെ വരുന്നത് ആ ഒരു ശാന്തി താമിലേക്കാണ്. ഇപ്പോൾ തുപ്പ് ആ ഒരു കേസിൽ പ്രതിയെല്ലാം ഉറപ്പായതുകൊണ്ട് തന്നെ അവൻ ആ കേസിൽ നിന്ന് മൊത്തത്തിൽ പുറത്തായിട്ടുണ്ട്. അപ്പോൾ തുപ്പിൻ്റെ അടുത്ത് സിംഗ് പറയുന്നുണ്ട് നീ വേണമെങ്കിൽ വീട്ടിലോട്ട് പോക്കോ, ചുമ്മാ എൻ്റെ കൂടെ ഇങ്ങനെ കറങ്ങി നടക്കേണ്ട ആവശ്യമില്ല, കാരണം നീ ഇപ്പോൾ ഒരു കേസിൽ പ്രതിയല്ലാന്ന്. തുപ്പപ്പോൾ ഇല്ല ഞാനും നിൻ്റെ കൂടെ നിൽക്കും, നിന്നെ പൊന്നോരെ നോക്കിക്കോളാം, ഞാൻ നിൻ്റെ അമ്മയ്ക്ക് പ്രോമിസ് കൊടുത്തേണെന്നൊക്കെ പറയുന്നുണ്ടായി. അതിനുശേഷം കാണുന്നത് അവിടെ ആൾക്കാർ കാണാനായിട്ട് വരുന്നത് സ്വാമിജീനെ പോലെയുള്ള ആ ഒരു വ്യക്തിനെയാണ്. അയാളുടെ അടുത്ത് പോയിട്ട് ഈ തായി ഇപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. തായി പോയി ശാന്തി താമിൽ ഇല്ല. അപ്പോൾ അയാൾ പറയുന്നുണ്ട് തായ്ക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് ലീവ് എടുത്തിട്ടുണ്ടായിരുന്നു, എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന്. അപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട് ഇയാളാണെങ്കിൽ ഒരു കേസിൽ സസ്പെക്റ്റ് ആണോ എന്ന് ഞങ്ങൾക്ക് ഡൗട്ട് ഉണ്ട്, തായിനെ അറസ്റ്റ് ചെയ്യാനുള്ള ഇൻഫർമേഷൻ ഒന്നും തന്നെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല, പക്ഷേ ഞങ്ങൾക്ക് അയാളെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ട്, നിങ്ങൾക്ക് അറിയാമെന്നുള്ള പറഞ്ഞു തരാമെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്.
അങ്ങനെ ആ സ്വാമിജി പറയുന്നുണ്ട്, ഞാനിവിടെ വന്നിട്ട് 5 വർഷമായി. 5 വർഷങ്ങൾക്ക് മുന്നേ എനിക്ക് പകരം ഇവിടെ ഈ റോളിലിരുന്ന മറ്റൊരു വ്യക്തി ഉണ്ടായിരുന്നു. അയാൾ പോയി കഴിഞ്ഞപ്പോഴാണ് അയാൾക്ക് പകരം ഇങ്ങോട്ടേക്ക് വരാമോ എന്ന് ചോദിച്ചിട്ട് എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചത്. ഞാനാണ് ഇവിടെ താൽക്കാലിക കാര്യങ്ങളെല്ലാം നോക്കുന്നത്, പിന്നെ ഡൊണേഷൻ്റെയും പൈസയുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് തായാണ്. വേണമെങ്കിൽ ഇവിടുത്തെ ഓൾ ഇൻ ഓൾ തായാണെന്ന് നമുക്ക് വിചാരിക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് തായുടെ ഓഫീസ് റൂമൊന്ന് കാണാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട്. ഇയാളപ്പോൾ നോക്കിക്കോ, ഇവിടെ അതിന് മറച്ചു വയ്ക്കാനായിട്ട് ഒന്നുമില്ല, നിങ്ങൾ സെർച്ച് ചെയ്തോളാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ഇവർ പോയി സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും തായാണെങ്കിൽ കുറേ കള്ളപ്പണത്തിൻ്റെ പരിപാടി ഒപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, ഇയാളാണെങ്കിൽ കുറേ പേർക്ക് പൈസ കടം കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ കൂട്ടത്തിലുള്ള ഒരാളായിരുന്നു ഈ മരിച്ചുപോയ 7 വിക്ടിമിൽ മീനെന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ട്രാൻസ്ജെൻഡർ ലേഡി. അപ്പോൾ ആ മീനിനെ കൊന്നത് ഒരു പക്ഷേ ആ ഒരു പൈസ തിരിച്ച് കിട്ടാത്തതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ പിന്നീട് വണ്ടി ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. ആ ടൈമിൽ തുപ്പ് അവൻ്റെ നാട്ടിലുള്ള അവൻ്റെ ഒരു അങ്കിളിനെ വിളിച്ചിട്ട് ഈ ഒരു 7 പേരെ കൊന്നിട്ടുള്ള ഈ സാക്രിഫൈസ് അത് എന്തിനാണ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ ഒരു അങ്കിള് വിളിച്ചിട്ട് അവർ തിരിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കോള് കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സിംഗിൻ്റെ അടുത്ത് അവൻ പറയുന്നുണ്ട്, ഈ ഒരു റിച്വൽ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ചിലർ വിശ്വസിക്കുന്നത് അവർക്കാണെങ്കിൽ ഭയങ്കര ഭാഗ്യവും ഒരുപാട് കാലം ജീവിക്കാനുള്ള ആ ഒരു ഇതും കിട്ടുമെന്നാണ്. ചിലർ വിചാരിക്കുന്നത് അവരുടെ ലൈഫ് ഭയങ്കര ലക്കിയാവും, അവർ വിചാരിക്കുന്നതെല്ലാം നടന്നു കിട്ടും, അതിന് വേണ്ടിയിട്ടുള്ളതെന്നാണ്. എന്നാൽ ഈ റിച്വൽ ചെയ്യാനായിട്ട് 7 ബോഡീസിൻ്റെ ആവശ്യമുണ്ട്. പക്ഷേ ഈ സാക്രിഫൈസും ഒക്കെ തന്നെ നടത്തുന്നതിനിടയിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഒന്നേന്ന് വീണ്ടും ഇത് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് വീണ്ടും 7 ബോഡീസിൻ്റെ ആവശ്യമുണ്ട്. എന്നാൽ ഒരു 7 ബോഡീസ് വീണ്ടും കിട്ടിയിട്ടില്ലെങ്കിൽ ഈ ഒരു റിച്വൽ ആരാണ് ചെയ്യാൻ പോകുന്നത് അയാൾക്കെതിരെ ഒരു ശാപം വന്ന് വീഴും. അങ്ങനെയാണ് പറയുന്നതെന്ന് ഇവൻ ഇന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ ടൈമിൽ തന്നെ സേനയും ഡറിനെയും കാണിക്കുകയാണെങ്കിൽ ഇപ്പോൾ രണ്ടുപേരും വീട്ടിൽ എന്തെങ്കിലും റൊമാൻറ്റിക് ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു കിസ് ചെയ്ത് ടേബിളിൻ്റെ അടുത്തേക്ക് പോകുമ്പോഴത്തേക്കും അവർ ഓർഡർ ചെയ്ത സാധനങ്ങളുടെ കൂട്ടത്തിൽ ഇവർ ഓർഡർ ചെയ്യാതെ ഇവർക്കൊരു പാവ കിട്ടിയല്ലോ. ആ ഒരു പാവ താഴെ വന്ന് പൊട്ടുന്നുണ്ട്. പൊട്ടുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഇവർക്ക് നേരത്തെ ഒരു ക്രൈം സീനിൽ ഓരോരോ ആൾക്കാരും വീട്ടിൽ നിന്നും ഇവർക്ക് ഓരോ പ്രതിമ കിട്ടിയതുപോലെ പാവയ്ക്കകത്തൊന്നും ഒരു പ്രതിമ കിട്ടുന്നുണ്ട്. അതായത് തലയും ശരീരവും ഇങ്ങനെ രണ്ടായിട്ടിരിക്കുന്ന പോലെ. നോർമലി മറ്റേ ക്രൈം സീനിൽ എങ്ങനെയാണ് കിട്ടിയത് അതുപോലെ തന്നെ. ഇത് കാണുമ്പോഴത്തേക്കും ഇവർ രണ്ടിനും ടെൻഷൻ ആവുന്നുണ്ട്. അതേ ടൈമിൽ സിംഗ് ആണെങ്കിൽ തുപ്പിനോട് പറയുന്നുണ്ട് മിക്കവാറും ഒരു 7 സാക്രിഫൈസും കൂടെ നടക്കാനായിട്ട് ചാൻസ് ഉണ്ടെന്ന്. അതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ആവുന്നത്. സോ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നവരെ ബൈ.